ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് PSC നേരത്തെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട അനുബന്ധ വിവരങ്ങളുമാണ്. അപ്പോൾ ഇതൊരു PSC ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, ഭിലായ് ഏത് സംസ്ഥാനത്താണ്? ഭിലായ് ഛത്തീസ്ഗഡിലാണ്. ഏത് വർഷമാണ് നിർമ്മിച്ചതെന്ന് വെച്ചാൽ ഏത് വർഷമാണ്? 1959 ഭിലായ് നിർമ്മിക്കുന്നത്. അതേപോലെ തന്നെ ടാറ്റ എവിടെയാണ്? ജാർഖണ്ഡിലാണ് ടാറ്റ എന്ന് പറയുന്നത്. ഏത് വർഷമാണ്? 1907 ടാറ്റ ജാർഖണ്ഡിൽ സ്ഥാപിക്കുന്നത്. അതേപോലെ തന്നെ റൂർക്കേല ഇരുമ്പുരുക്കുശാല എവിടെയാണ്? ഒഡീഷയിലാണ്. ഏത് വർഷമാണ്? 1959 ഈ റൂർക്കേല ഇരുമ്പുരുക്കുശാല ഒഡീഷയിൽ നിർമ്മിക്കുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, അതായത് ആദ്യമായിട്ട് ടിസ്കോ, അതായത് നമ്മൾ പറഞ്ഞല്ലോ ടാറ്റ ടിസ്കോ 1907 നമ്മൾ പറഞ്ഞു. പ്രത്യേകത എന്താണ്? സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ഈ ടാറ്റ എന്ന് പറയുന്നത് എന്നുള്ള പോയിന്റ് നിങ്ങൾ ഓർത്തു വെച്ചേക്കുക. ഇനി എന്താണ് ടിസ്കോ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഇസ്കോ എന്താണ്? ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. എവിടെയാണിത്? വെസ്റ്റ് ബംഗാളിലാണ്. വെസ്റ്റ് ബംഗാളിലെ എവിടെയാണ്? കുൾട്ടി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കുൾട്ടി. ഇപ്പോൾ വെസ്റ്റ് ബംഗാളിലെ കുൾട്ടിയിലാണ് ഇസ്കോ എന്ന് പറയുന്ന ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ഉള്ളത്. ഓക്കെ, ഇതിന്റെ പ്രത്യേകത എന്താണ്? പൊതുമേഖലയിലെ ആദ്യ ഇരുമ്പുരുക്ക് ശാല. എന്താണ്? പൊതുമേഖലയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ഈ ഇസ്കോ എന്ന് പറയുന്നത് എന്നുള്ള പോയിന്റ് നിങ്ങൾ ഓർത്തു വെച്ചേക്കുക. അടുത്തത് എന്താണ് പറയുന്നത്? VISL അല്ലെ, എന്താണ് എൻ്റെ ഫുൾ ഫോം? വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ലിമിറ്റഡ്. വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് ആണ്, കമ്പനിയല്ല, സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് ആണ്. എവിടെയാണ് ഇത് VISL വരുന്നത്? കർണാടകത്തിലാണ് എന്നുള്ള പോയിന്റ് നിങ്ങൾ ഓർത്തിരിക്കുക. ഭദ്രാവതി, കർണാടക. ഓക്കെ, എന്താണ് പ്രത്യേകത? ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് ശാലയാണ് എന്താ? വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്? ഭിലായ് നമ്മൾ പറഞ്ഞു. ഭിലായ് എവിടെയാണെന്ന് പറഞ്ഞു? ഛത്തീസ്ഗഡിലാണെന്ന് പറഞ്ഞു. പിന്നെന്താണ് വർഷം പറഞ്ഞു? 1959 നമ്മൾ പറഞ്ഞു. ഓക്കെ, ഏത് രാജ്യത്തിന്റെ സഹായത്തോടെ ഈ ഭിലായ് നിർമ്മിച്ചത്? റഷ്യയുടെ സഹായത്തോടെയാണ് ഈ ഭിലായ് നിർമ്മിച്ചത് എന്നുള്ള പോയിന്റ് നിങ്ങൾ ഓർത്തു വെച്ചേക്കുക. ഇനി എന്താണ് അടുത്ത നമ്മൾ പറഞ്ഞ റൂർക്കേലയും എന്താണ് 1959 പറഞ്ഞു. ഏത് രാജ്യത്തിന്റെ സഹായത്തോടെ? റൂർക്കേല ജർമ്മനിയുടെ, എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ്, ജർമ്മനിയുടെ സഹായത്തോടെയാണ് റൂർക്കേല നിർമ്മിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡും അതേപോലെ ദുർഗാപൂർ. എവിടെയാണ്? ദുർഗാപൂർ ഇരുമ്പുരുക്ക് ശാല എവിടെയാണ്? ഏത് വർഷമാണെന്ന് ആദ്യം പറഞ്ഞേ? 1962 ആരുടെ സഹായത്തോടെ? UK, നമ്മൾ ബ്രിട്ടൻ അറിയാമല്ലോ. അപ്പോൾ UKയുടെ സഹായത്തോടെയാണ് 1962 എന്താ ദുർഗാപൂർ ഇരുമ്പുരുക്ക് ശാല നിർമ്മിക്കുന്നത്. എവിടെയാണ്? വെസ്റ്റ് ബംഗാളിലാണ് എന്നുള്ള പോയിന്റ് നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. എവിടെയാണ്? വെസ്റ്റ് ബംഗാൾ. ഇനി ലാസ്റ്റായിട്ട് ബൊക്കാറോ എവിടെയാണ്? ഏത് വർഷമാണ് ബൊക്കാറോ? 1964 ബൊക്കാറോ. ഇനി ഏത് സംസ്ഥാനത്താണ് ബൊക്കാറോ എന്ന് വെച്ചാൽ എവിടെയാണ്? ജാർഖണ്ഡിലാണ് ബൊക്കാറോ എന്താണ് ഇരുമ്പുരുക്ക് ശാല എന്ന് പറയുന്നത്. ആരുടെ സഹായത്തോടെ? റഷ്യയുടെ സഹായത്തോടെ 1964 ഈ ബൊക്കാറോ ഇരുമ്പുരുക്ക് ശാല നിർമ്മിച്ചത്. അപ്പോൾ ഇത്രയും പോയിന്റ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് ചേർന്നിരുന്ന് പഠിക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ പറയാനുള്ളൂ. അടുത്തൊരു വീഡിയോയിലേക്ക് നമുക്ക് കാണാം. താങ്ക്